പത്തനാപുരത്തെ തോൽവിക്ക് കാരണം കെ.ബി. ഗണേഷ് കുമാർ തന്നെയെന്ന് കുറ്റപ്പെടുത്തലുമായി CPM. തോൽവിക്ക് കാരണം അദ്ദേഹത്തിന്റെ നാക്കാണെന്ന് CPM കുന്നിക്കോട് ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഗണേഷ് കുമാർ നടത്തിയ പല പ്രസംഗങ്ങളും മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളും ഒഴിവാക്കേണ്ടതായിരുന്നു. മന്ത്രിയുടെ ഓഫീസ് ജനങ്ങളുടെ ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടില്ല. പാർട്ടി നേതാക്കളോട് പോലും പുച്ഛഭാവത്തിലായിരുന്നു ഇടപെടൽ. NSSുമായുള്ള വിഷയം വഷളാക്കിയത് കെ.ബി. ഗണേഷ് കുമാർ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്കും ഗണേഷ് കുമാർ തന്നെയാണ് ഉത്തരവാദിയെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പിണറായിയുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത്. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന PR ഏജൻസി മാത്രമായിരുന്നു മുന്നണിയുടെ ഭരണകാലത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്നും വിമർശനമുയർന്നു. ചർച്ചയിൽ പങ്കെടുത്ത 17 പേരും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ടു. VS അച്യുതാനന്ദനും EK നായനാരും ഒരുമിച്ച് ജയിച്ച കാലത്ത് VS പ്രതിപക്ഷ നേതാവാവുകയും നായനാർ മാറി നിൽക്കുകയും ചെയ്തു. അതേ മാതൃകയിൽ പിണറായിയും മാറി നിൽക്കണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ജനങ്ങളെ കേൾക്കാത്ത സെക്രട്ടറിയാണ് പാർട്ടിക്കുള്ളത്. പുതിയ രണ്ടാം നിര നേതൃത്വത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. G. സുധാകരനെതിരെ ചെറ്റ എന്ന് വിളിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റും പറയാൻ പാടില്ലാത്തതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ഗണേഷ് കുമാർ 25 വർഷം പ്രതിനിധാനം ചെയ്ത പത്തനാപുരം മണ്ഡലം കൈവിട്ടതിൽ ഉമ്മൻചാണ്ടി ഫാക്ടർ ഉണ്ടായിരുന്നു. സോളാർ കേസിലെ പ്രതി എഴുതിയ കത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർക്കാൻ നടത്തിയ ഗൂഢാലോചന ഗണേഷിന് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായി. ഇതോടൊപ്പം NSS താലൂക്ക് യൂണിയനുമായുണ്ടായ പ്രശ്നങ്ങളും പരാജയത്തിലേക്കുള്ള പാത തുറന്നു. മന്ത്രിസഭയിൽ നിന്ന് പുറത്തായതു മുതൽ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോട് പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയിരുന്നതായി ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസ് ഉൾപ്പെടെ വെളിപ്പെടുത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ സോളാർ കേസിലെ പ്രതി എഴുതിയ കത്തിൽ 4 പേജുകൾ കൂട്ടിച്ചേർത്തതാണ് മറ്റൊരാരോപണം. കേസ് ഇപ്പോൾ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കേസിലെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാർ നൽകിയ ഹർജി കോടതി തള്ളിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ചാണ്ടി ഉമ്മൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. മാങ്കോട് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കി ഗണേഷ് കുമാർ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുകയായിരുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ വെളിപ്പെടുത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയോട് ഗണേഷ് കുമാർ ചെയ്ത അനീതികൾ മകൻ എണ്ണി എണ്ണി പറഞ്ഞതും വോട്ടർമാർ ഏറ്റെടുത്തു. ഈ മനുഷ്യൻ നീതിമാനായിരുന്നുവെന്ന അടിക്കുറിപ്പോടെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് ബോർഡുകൾ മണ്ഡലത്തിലാകെ കോൺഗ്രസ് ഉയർത്തുകയും ചെയ്തിരുന്നു.